ലിബറൽ ഫെമിനിസം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലിബറൽ ഫെമിനിസം അല്ലേ. ഫെമിനിസത്തിൻ്റെ മോഡലുകളാണ് അല്ലേ. ഇൻഡിവിജ്വലിസം, ഫോർമൽ ഈക്വാളിറ്റി. ലിബറൽ ഫെമിനിസത്തിൻ്റെ പ്രധാനമായിട്ട് രണ്ട് ആശയങ്ങൾ: ഒന്ന് സമത്വം സാധ്യമാക്കുക, രണ്ട് ഇൻഡിവിജ്വലിസം വ്യക്തിവാദം. വ്യക്തികൾക്ക് മാക്സിമം അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈക്വാളിറ്റി, ക്വസ്റ്റ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പബ്ലിക് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ അല്ലേ. അതായത് തുല്യമായിട്ടുള്ള അവകാശങ്ങളും, ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, തുല്യമായിട്ടുള്ള അവസരങ്ങളുണ്ടാവും. അത് പബ്ലിക്കിലുണ്ടാവണം, രാഷ്ട്രീയമായിട്ട്, നിയമപരമായിട്ട് എല്ലാ മേഖലയിലും തുല്യമായിട്ടുള്ള അവസരങ്ങൾ, തുല്യമായിട്ടുള്ള അവകാശം. അതിനു വേണ്ടിയിട്ടാണ് ലിബറൽ ഫെമിനിസം നിലകൊണ്ടത്. ഇറ്റ് ഈസ് ഇൻഡിവിജ്വലിസ്റ്റിക് ഫോം ഓഫ് ഫെമിനിസം. ഫെമിനിസത്തിൻ്റെ ഇൻഡിവിജ്വലിസ്റ്റിക് ഫോമാണ്, അത് വ്യക്തിവാദം. ഫോക്കസ് ഓൺ വുമൻസ് capability to show and maintain their impartiality through their action അല്ലേ. ഇമ്പാർഷ്യാലിറ്റി. അപ്പം സ്ത്രീകൾക്ക് അവരുടേതായ കപ്പാസിറ്റി ഉണ്ട്. എന്തിന്? അവരുടെ ഇമ്പാർഷ്യാലിറ്റി, അവരെ മാറ്റി നിർത്തുന്നത്, അവരെ പാർശ്വവൽക്കരിക്കുന്നത്, അത് ചെയ്യുന്നതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ ആക്ഷനിലൂടെ, സ്ത്രീകളുടെ പ്രവർത്തനങ്ങളിലൂടെ അവരെ പാർശ്വവൽക്കരിക്കുന്നത് ഇല്ലാതാക്കാൻ, അത് മുഖ്യധാരയിൽ കൊണ്ടുവരാൻ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളെ പാർശ്വവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ലിബറൽ ഫെമിനിസം വിശ്വസിക്കുന്നത്. പിന്നെ പുസ്തകത്തിൽ കുറച്ച് റൈറ്റേഴ്സിൻ്റെ പേരൊക്കെ ഉണ്ട്. അതായത് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന കുറച്ച് റൈറ്റേഴ്സിൻ്റെ പേര് അതിൽ പറയേണ്ടത്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. They believes women capable to accomplish equality so possible for change അല്ലേ. അവർ വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് ഈക്വാളിറ്റി ഉണ്ടാക്കാൻ സാധിക്കും, അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇഷ്യൂസ് ഇമ്പോർട്ടൻ്റ് ടു ലിബറലിസ്റ്റിന് വളരെ പ്രധാനമായ വിഷയങ്ങൾ, ഇഷ്യൂസുകൾ, അത് പുസ്തകത്തിൽ കുറേ പറയുന്നുണ്ട്.